പോക്കോയുടെ പോക്കോ പാഡ് 5G എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ പാഡ് 5G എന്ന ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോക്കോ പാഡ് 5Gയിൽ 12.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയ ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2.5K റെസൊല്യൂഷനിലാണ് ഈ ഒരു ടാബ് വരുന്നത്. 2560x1600 എന്ന റെസൊല്യൂഷനിലാണ് ഈ ടാബ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം LCD ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ടാബുകളിലും LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത റെസൊല്യൂഷനും ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ടാബിന്റെ വെയിറ്റ് വരുന്നത് 568 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.52 mm ആണ്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോക്കോയുടെ സ്റ്റൈലസും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീബോർഡിന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ മെറ്റൽ യൂണി ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബിന്റെ കൊബാൾട്ട് ബ്ലൂ അതുപോലെ തന്നെ പിസ്റ്റാഷ്യോ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല പ്രോസസ്സറൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് 5G സപ്പോർട്ടും കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അപ്പം 5G സപ്പോർട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പർഓയസ് സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 8 മെഗാപിക്സൽ ഒരു ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും 8 മെഗാപിക്സൽ സെൻസർ ആണ് വരുന്നത്. അപ്പം ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. കാരണം ടാബ് എന്ന് പറയുന്നത് പൊതുവെ അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. പൊതുവെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാബുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 10,000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 23,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 25,999 രൂപയാണ്. SBIയുടെ HDFCയുടെ അതുപോലെ തന്നെ ICICIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഇനീഷ്യലി 1,000 രൂപയുടെ വേറെയും ഓഫൊക്കെ വരുന്നുണ്ട്. ഓഗസ്റ്റ് 27 മുതലാണ് ഈ ടാബിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ടാബിന്റെ സെയിൽ നടക്കുക. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ടാബാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് മുമ്പ് റെഡ്മി പാഡ് പ്രോ 5G എന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാബിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആണ് ഈ ഒരു ടാബ്ലറ്റ്. അപ്പം ഇതേ സെയിം ഫീച്ചേഴ്സുമായിട്ട് റെഡ്മിയുടെ ഒരു ടാബ്ലറ്റ് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടാബിന്റെ വില ഒരു 1,000 രൂപ കൂടുന്നുണ്ട്. അപ്പം പോക്കോയുടെ ടാബ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,000 രൂപ നിങ്ങൾക്ക് കുറഞ്ഞ് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പോക്കോയുടെ പോക്കോ പാഡ് 5G എന്ന ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.